one strike into the crowd. ശ്രീജിത്ത്, പ്രതിപക്ഷ നേതാവായി ലോക്സഭയിൽ രാഹുൽ നടത്തിയ കന്നി പ്രസംഗത്തിലൂടെ എന്തായാലും നമുക്ക് ഒരു കാര്യം അടിവരയിട്ട് ഉറപ്പിക്കാം. അതായത് മോദി സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഈ മൂന്നാം ഊഴത്തിലുള്ള അവരുടെ ഭരണം അത്ര എളുപ്പമായിരിക്കില്ല. കാരണം കഴിഞ്ഞ 2 തവണത്തെയും പോലെയല്ല, ശക്തമായ ഒരു പ്രതിപക്ഷമാണ് അവർക്ക് നേരിടേണ്ടതായിട്ടുള്ളത്. ലോക്സഭയെ ഇളക്കി മറിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രസംഗം പ്രതിപക്ഷ നേതാവായിട്ടുള്ളത്. മോദിയെ കടന്നാക്രമിക്കുകയായിരുന്നു രാഹുൽ അക്ഷരാർത്ഥത്തിൽ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ നോക്കിക്കാണാം? അതായത് ഇന്ത്യ സഖ്യത്തിന്റെ അമരക്കാരനായി രാഹുൽ തിളങ്ങുമെന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷയ്ക്ക് ഒട്ടും തന്നെ മങ്ങലേൽപ്പിച്ചിട്ടില്ല. എന്താണ് ശ്രീജിത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ? തീർച്ചയായും അതിന് പറഞ്ഞതെല്ലാം വളരെ ശരിയാണ്. 18ാം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി എത്തിയ രാഹുൽ ഗാന്ധി ആദ്യ പ്രസംഗത്തിൽ തന്നെ ലോക്സഭയെ മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും വരെ ഞെട്ടിച്ചു കളഞ്ഞു. സർക്കാരിനെതിരെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിയ എല്ലാ വിഷയങ്ങളും വീണ്ടും അതേ അർത്ഥത്തിൽ ലോക്സഭയിൽ ഉന്നയിച്ച രാഹുൽ ഗാന്ധി ലോക്സഭയെ മാത്രമല്ല രാജ്യത്തെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രസംഗം പല ആവർത്തി സ്പീക്കറും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെങ്കിൽ കൂടിയും ഓരോ വിഷയങ്ങൾ എണ്ണി പറഞ്ഞാണ് രാഹുൽ ലോക്സഭയിൽ സംസാരിച്ചത്. നമുക്കറിയാം, അയോധ്യയാണ് രാഹുൽ ആദ്യം എടുത്തു കാണിച്ചത്. അയോധ്യയിൽ മത്സരിക്കാൻ മോദി ആഗ്രഹിച്ചു, പക്ഷേ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മോദി അവിടെ നിന്ന് പിൻവാങ്ങി. പിന്നീട് നീറ്റ് വിഷയമാണ് എടുത്തത്. നീറ്റ് പരീക്ഷ ഉണ്ടായ തകരാറുകൾ, അതിൻ്റെ ക്രമക്കേടുകൾ രാഹുൽ ഗാന്ധി എണ്ണി പറയുകയുണ്ടായി. അത് ധനികർക്ക് വേണ്ടി മാത്രമാണ് നീറ്റ് പരീക്ഷ നടത്തിയത്. അതിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് യാതൊരു സ്വാധീനവും ഉണ്ടായില്ല, യാതൊരു ഗുണവും അവർക്കുണ്ടാകുന്നില്ല അടക്കം നിരവധി വിഷയങ്ങളാണ് രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞത്. മണിപ്പൂരിൽ പ്രധാനമന്ത്രി പോകാൻ തയ്യാറായില്ല. താൻ പലതവണ മണിപ്പൂരിൽ പോയി മണിപ്പൂരിനെ BJP മറക്കുകയാണ്, വേണ്ടെന്ന് വെക്കുകയടക്കം വലിയ വിഷയങ്ങളാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ചത്. പരമശിവൻ്റെ ചിത്രം ഉയർത്തിക്കാട്ടിയപ്പോൾ പരമശിവൻ്റെ ചിത്രം ലോക്സഭയിൽ ഉയർത്തിക്കാട്ടാൻ കഴിയില്ലെന്ന് സ്പീക്കർ ആവർത്തിച്ച് പറഞ്ഞു. പക്ഷേ പരമശിവൻ്റെ കൈയായ അഭയമുദ്രയാണ് കോൺഗ്രസിൻ്റെ മുദ്രയെന്നും തൃശൂലമാണ് BJPയുടെ ചിഹ്നമെന്നും നിങ്ങൾ തൃശൂലം ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ കൈ ഉയർത്തി കാണിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞത്. ഒരു തരത്തിലും മോദിക്കും അമിത്ഷായ്ക്കും സംസാരിക്കാനുള്ള ശബ്ദമുയർത്താനുള്ള അവസരം കൊടുക്കാതെ രാഹുൽ ഉന്നയിച്ച വിഷയങ്ങൾ ലോക്സഭയിൽ എമ്പാടും പ്രതിപക്ഷത്തിൻ്റെ മുഴുവൻ ശബ്ദമായി രാഹുൽ മാറുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഒരു നോൺ ബയോളജിക്കൽ PM ആണ് പ്രധാനമന്ത്രി എന്നും അദ്ദേഹം ദൈവത്തിൻ്റെ അടുത്തയാളാണ് പ്രധാനമന്ത്രി എന്നുള്ള പ്രധാനമന്ത്രിയുടെ തന്നെ പരാമർശം അദ്ദേഹത്തെ തന്നെ പരിഹസിച്ചുകൊണ്ട് ട്രോളിക്കൊണ്ട് അതൊരു ട്രോളായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് ലോക്സഭയിൽ കണ്ടത്. ദൈവവുമായി നേരിട്ട് ബന്ധമുള്ള പ്രധാനമന്ത്രി നോട്ട് നിരോധനം നടത്തിയത് ദൈവത്തിൻ്റെ നിർദ്ദേശം കൊണ്ടാണെന്നടക്കം രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ പ്രസംഗിക്കുകയുണ്ടായി. അതോടൊപ്പം അഗ്നിവീർ വിഷയം, അഗ്നിവീറുകളെ ചാവേറുകളാക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തതെന്ന് പറഞ്ഞു. ഇനി കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയാൽ അഗ്നിവീർ പദ്ധതി റദ്ദാക്കുമെന്നും ആ പദ്ധതിയിൽ അവരെ ചാവേറുകളാക്കുകയാണെന്നും അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്നും രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ലോക്സഭയിൽ പറഞ്ഞു. ഒപ്പം കർഷക സമരത്തിലാണ് രാഹുൽ ഗാന്ധി കൂടുതൽ ഊന്നി പറഞ്ഞത്. കർഷക സമരം ഇപ്പോഴും ഹരിയാനയിൽ തുടരുകയാണെന്നും 700ഓളം കർഷകർ ഈ സമര കാലയളവിൽ മരണപ്പെട്ടുവെന്നും അവർ രക്തസാക്ഷികളാവുകയാണ് ചെയ്തതെന്നും രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞു. അയോധ്യയിൽ പരാജയം എടുത്തു പറഞ്ഞാണ് രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ നിർണ്ണയിച്ചത്. ലോക്സഭയിലേക്ക് മോദി മത്സരിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മോദി പിൻവാങ്ങി. അത്തരത്തിൽ അയോധ്യയിലെ തോൽവി എമ്പാടും ഭരണഘടനയെ BJP ആക്രമിക്കുന്നു, ഭരണഘടനയെ തുടർച്ചയായി ആക്രമിച്ച് BJPയുടെ പരാജയം ആ ഭരണഘടനയെ നേരിട്ട് ആക്രമിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് കൂടിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഒപ്പം രാഹുൽ ഇതൊക്കെ പറയുമ്പോഴും ഇടയിലിടയിൽ സ്പീക്കറുടെ ഇടപെടൽ നമുക്ക് കാണാമായിരുന്നു. രാഹുൽ ചട്ടപ്രകാരം സംസാരിക്കണം, രാഹുൽ ചട്ടം പാലിക്കണം ലോക്സഭയിൽ എന്നുള്ള ഇടയിലുള്ള ഇടപെടൽ ഉണ്ടായെങ്കിൽ കൂടിയും രാഹുൽ ഓരോ തവണയും മോദിയും അമിത്ഷായും രാഹുൽ കള്ളം പറയുകയാണ്, രാഹുൽ സഭയുടെ ചട്ടങ്ങൾ പാലിക്കുന്നില്ല എന്ന് രാഹുലിൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മോദിയും അമിത്ഷായും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ സ്പീക്കർ കൂടി അവർക്കൊപ്പം ചേരുന്ന ഒരു കാഴ്ച നമ്മൾ ലോക്സഭയിൽ കാണുകയുണ്ടായി. ഭരണപക്ഷം ഒന്നിച്ചാണ് മന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൗഹാനും രാജ്നാഥ് സിംഗും മോദിക്കും അമിത്ഷായ്ക്കും ഒപ്പം ചേർന്ന് രാഹുലിനെ എതിർക്കുന്ന, രാഹുൽ കള്ളം പറയുകയാണ്, നുണ പ്രചരിപ്പിക്കുകയാണ്, ലോക്സഭയിൽ ചട്ടം പാലിക്കണം എന്നിങ്ങനെ ആവർത്തിക്കാനുണ്ടായത്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായത് രാഹുലിൻ്റെ ഈ ആരോപണങ്ങൾക്കൊന്നും, രാഹുലിൻ്റെ വിമർശനങ്ങൾക്കോ പരിഹാസങ്ങൾക്കോ ഒന്നും മറുപടി കൃത്യമായി പറയാൻ ഭരണപക്ഷം തയ്യാറായിട്ടില്ല. മോദി പോലും രാഹുൽ കള്ളം പറയുകയാണ് എന്നുള്ള വാക്കുകൾ മാത്രമാണ് ആവർത്തിച്ച് പറഞ്ഞത്. ഹിന്ദുക്കളെ ആക്രമിക്കുകയാണെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് BJP ഹിന്ദുക്കളെ ആക്രമിക്കുകയാണ്, ഹിന്ദുക്കളുടെ പേരിൽ BJP ഊറ്റം കൊള്ളേണ്ട എന്നുള്ള വാദം വന്നപ്പോൾ
വന്നപ്പോൾ മാത്രമാണ് മോദി രാഹുൽ ഹിന്ദുക്കളെ ആക്രമിക്കുകയാണെന്നുള്ള വാദം ഉയർത്തിക്കൊണ്ട് സംസാരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒതുങ്ങുന്നു. രാഹുൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ വാദങ്ങളിലേക്ക് മാറുന്നു. നമുക്കറിയാം ശിവരാജ് സിംഗും രാജ്നാഥ് സിംഗും അദ്ദേഹത്തിൻ്റെ അഗ്നിവീർ വിഷയത്തിൽ രാജ്നാഥ് സിംഗിനെതിരെ അഗ്നിവീർ വിഷയത്തിൽ BJP സർക്കാരിനെതിരെ മോദി ആഞ്ഞടിച്ചപ്പോൾ ശിവരാജ് സിംഗ് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച് അദ്ദേഹം കള്ളം പറയുകയാണെന്ന് മാത്രമാണ്. കർഷകരുടെ വിഷയം വന്നപ്പോൾ കർഷകരെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി, കാർഷിക വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ശിവരാജ് സിംഗ് എഴുന്നേറ്റ് പറഞ്ഞത് അദ്ദേഹം കള്ളം പറയുകയാണ്, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട് എന്നുകൂടിയാണ് പറഞ്ഞത്. വ്യക്തിപരമായി ആക്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമന്ത്രി മോദിക്ക് വേണ്ടി സ്പീക്കർ ആവർത്തിച്ച് പറഞ്ഞത്. അതായത് മോദിയെ വ്യക്തിപരമായി വീണ്ടും രാഹുൽ ആക്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏറ്റവും ശ്രദ്ധേയമായത് വീണ്ടും അദാനിയുടെയും അംബാനിയുടെയും പേരെടുത്ത് പറഞ്ഞ് രാഹുൽ വീണ്ടും പരാമർശം നടത്തുകയുണ്ടായി. ആ പേരിലാണ് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയതെന്ന് നമുക്കറിയാം. ഇതോടൊപ്പം മോദി ഒരു നോൺ ബയോളജിക്കൽ PM ആണെന്നുള്ള പരിഹാസം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. അത് കഴിഞ്ഞ ലോക്സഭാ പീരീഡിലും അതേ പരിഹാസം ഉണ്ടായിരുന്നു. മോദിയെ നേരിട്ട് ആക്രമിക്കാൻ, ഏത് വിധേനയും നേരിട്ട് ആക്രമിക്കാനും പരിഹസിക്കാനും തയ്യാറെടുത്തു വന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ ഈ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി ലോക്സഭയിൽ നടത്തിയ ആദ്യ പ്രസംഗത്തിൽ NDA സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനവും പരിഹാസങ്ങളുമായി രാഹുൽ ഗാന്ധി. നീറ്റ് വിഷയം, അയോധ്യ, ഒപ്പം രാജ്യത്ത് ഇന്ന് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്ന ദിവസമാണ്. അത് പിന്നെ മണിപ്പൂർ വിഷയം, അഗ്നിവീർ പദ്ധതി, കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടേറെ പ്രസക്തമായ കാര്യങ്ങൾ സഭയിൽ ഉയർത്തിയായിരുന്നു രാഹുൽ ഇന്ന് സംസാരിച്ചത്. മോദിയും രാഹുലും നേർക്കുനേർ അതിരൂക്ഷമായ വാക്പോരിനാണ് ലോക്സഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. രാഹുലിനെ ഒന്നിച്ചെതിർത്ത് ഭരണപക്ഷം നിൽക്കുന്നതും ഇന്ന് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ എന്ന ആശയത്തെ BJP ആക്രമിക്കുകയാണെന്നാണ് രാഹുൽ ലോക്സഭയിൽ പറഞ്ഞത്. BJPയുടെ ആശയത്തെ എതിർക്കുന്നവരെ മുഴുവൻ ആക്രമിക്കുകയാണെന്നും കഴിഞ്ഞ 10 വർഷത്തിനിടെ ഭരണഘടനയ്ക്കെതിരെ തുടർച്ചയായ ആക്രമണം ഉണ്ടായുമെന്നുമാണ് രാഹുൽ സഭയിൽ ഉന്നയിച്ചത്. ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തെ ജനം എതിർത്തുവെന്നും രാഹുൽ. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് ബാലകൃഷ്ണനായിരുന്നു നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.